ഹായ് ഓൾ, വെൽക്കം ടു എക്സാൻഡ് വൈ ലേണിംഗ്. കെമിസ്ട്രിയിൽ എപ്പോഴും നമ്മൾ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സർ എങ്ങനെയാണ് ഇക്വേഷനെ ബാലൻസ് ചെയ്യുക എന്നുള്ളത്. എക്സാമിനൊക്കെ ഇക്വേഷൻ എഴുതാൻ അറിയുന്നുണ്ടാവും, ബാലൻസ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾ അവിടെ കൗണ്ട് ചെയ്യുന്നിടത്ത്, അതിൻ്റെ നമ്പർ എഴുതുന്നിടത്ത് നമുക്കറിയാം പലപ്പോഴും കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അപ്പോൾ ബാലൻസിങ് ചെയ്യുമ്പോൾ നമുക്കറിയാം റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലും പ്രോഡക്റ്റിൻ്റെ സൈഡിലും സെയിം ആറ്റത്തിൻ്റെ നമ്പർ എന്താവണം, ഈക്വൽ ആവണം എന്നുള്ളതാണ്. റിയാക്റ്റൻറ്റിൽ 3 ഹൈഡ്രജൻ ആണെങ്കിൽ അല്ലെങ്കിൽ 2 ഹൈഡ്രജൻ ആണെങ്കിൽ പ്രോഡക്റ്റിലും 2 ഹൈഡ്രജൻ ആവണം, ഈക്വൽ ആവണം എന്നേ ഉള്ളൂ. അത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനുള്ള ഒരു മെത്തേഡാണ്, ഒരു സിമുലേഷൻ ആണ് ഫെറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ തന്നെ ഫെറ്റ് PHET ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ടൈപ്പ് ചെയ്താൽ തന്നെ ആ സൈറ്റിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ഏതായാലും അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാം, നമ്മളെ കമൻറ്റ് ബോക്സിൽ നമുക്ക് നൽകാം. അപ്പോൾ അതിൽ നമുക്ക് ഈ പറഞ്ഞ ഫസ്റ്റ് കാണുന്ന ആ സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ ഇൻറ്ററാക്റ്റീവ് സിമുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഇക്വേഷനെ ബാലൻസ് ചെയ്യുക, അതിൽ ഏറ്റവും ഇൻട്രോ വേർഷൻ ഉണ്ട്, ഗെയിമിഫൈഡ് ആയിട്ടുള്ള നമുക്ക് തന്നെ ചെയ്യാനുള്ള സംഗതികളുണ്ട്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം നൈട്രജൻ്റെ നമ്പർ 1 നൈട്രജൻ മോളിക്യൂൾ ആണ്, വിച്ച് കണ്ടെയ്ൻ 2 നൈട്രജൻ ആറ്റം. ഇവിടെ 1 ഹൈഡ്രജൻ മോളിക്യൂൾ ആണ്, സോ 2 ഹൈഡ്രജൻ ആറ്റം. നമുക്കറിയാം നൈട്രജനും ഹൈഡ്രജനും കൂടി കമ്പൈൻ ചെയ്ത് അമോണിയ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനിതാ ഈ പറഞ്ഞ അമോണിയയിൽ 1 നൈട്രജനും 3 ഹൈഡ്രജനുമാണ്, റിയാക്റ്റൻറ്റിൽ 2 ഹൈഡ്രജൻ ആറ്റംസ് ആണ്. ഞാനിവിടെ 2 കൊടുത്തു എന്ന് വിചാരിച്ചോ. അപ്പൊ എനിക്കറിയാം 2 നൈട്രജൻ ഉണ്ട്, ഇവിടെയും നമുക്കറിയാം 2 നൈട്രജൻ ഉണ്ട്. അപ്പൊ ആരെക്കൂടി മാത്രം ലെവലാക്കിയാൽ മതി, ഈ പറഞ്ഞ ഹൈഡ്രജൻ നമ്മൾ 2 മോളിക്യൂൾ കൊടുത്താൽ 4 ആറ്റംസേ ആവുന്നുള്ളൂ. ഒന്നും കൂടി കൊടുത്താലോ 6 ആയി. കണ്ടോ, ഇപ്പൊ ഇക്വേഷൻ എന്തായി, ബാലൻസ്ഡ് ആയിട്ടുണ്ട്. ഈ കറക്റ്റ് ആയിട്ടുള്ള രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതാ കമ്പഷൻ ഓഫ് മീഥെയിൻ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. 1 കാർബൺ ആണ്, പ്രോഡക്റ്റിൽ 1 കാർബൺ ആണ്, 4 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് അല്ലെ, അതിന്റെ സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്ര ഉള്ളൂ, 2 ഹൈഡ്രജൻ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, ഇത് 2 കൊടുക്കുക. ഇക്വേഷൻ ബാലൻസ് ആയോ, ആയിട്ടില്ല. അപ്പൊ 2 ഹൈഡ്രജൻ നമുക്കറിയാം, ഇവിടെ ടോട്ടൽ 4 ഹൈഡ്രജൻ ആറ്റംസ് ആയി. 2H2Oയിൽ 4 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഓക്സിജന്റെ നമ്പറോ ദാ ഇവിടെ 2 ഓക്സിജൻ പ്ലസ് 2 ഓക്സിജൻ, ടോട്ടൽ 4 ഓക്സിജൻ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ ദാ ബാലൻസ്ഡ് ആയി. ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തു നോക്കാൻ സാധിക്കും. ഇനി നമ്മൾ ജസ്റ്റ് നേരത്തെ പറകിലോട്ട് പോയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗെയിമിഫൈഡ് വേർഷൻ ആണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്കിതാ ഇതേ രൂപത്തിൽ ഇഷ്ടമുള്ള ഇതുണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ലെവൽ 3 ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഹാർഡ്നെസ് ആണ്. തൽക്കാലം നമുക്കൊരു മീഡിയം ലെവൽ എടുത്തു നോക്കാം. മീഥെയിൻ സൾഫറുമായി ചേർന്നിട്ട് കാർബൺ ഡൈ സൾഫൈഡും H2S ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇക്വേഷൻ ബാലൻസ് ചെയ്യണം. 1 കാർബൺ ആണ്, അതേപോലെ 4 ഹൈഡ്രജൻ ആണ്. ഇവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ഒന്ന് അപ്പ് ചെയ്യുക. അതോടുകൂടി ഹൈഡ്രജന്റെ എണ്ണം ഓക്കെ ആയി. ഇനിയോ സൾഫർ ഇതാ ഇവിടെ ടോട്ടൽ 3 സൾഫറുകളാണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 1 2 3 കൊടുക്കുക. ബാലൻസ് ആയോ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്തപ്പോൾ നോട്ട് ബാലൻസ്ഡ് എന്നാണ്. ഓക്കെ, വേണമെങ്കിൽ ഷോ Y കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൗണ്ട് നോക്കിയാൽ മതി. റിയാക്ടറിന്റെ സൈഡിൽ കാർബൺ ഈക്വൽ ആണ്, ഹൈഡ്രജനും ഈക്വൽ ആണ്. എന്നാൽ ഈ പറഞ്ഞ രൂപത്തിൽ ഇവിടെ 2 സൾഫർ, നേരത്തെ ഞാൻ കൗണ്ട് ചെയ്തെടുത്ത് വന്ന മിസ്റ്റേക്ക് ആണ്. ഇവിടെ 2 സൾഫർ ആറ്റം, ഇവിടെ 2 മോളിക്യൂൾ സൾഫർ ഉണ്ട്. അപ്പൊ ഇവിടെ 2ഉം ഇവിടെ 2 ആയിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്താൽ മതി, നമുക്കിതാ ഇവിടുത്തെ ഈ 3ന്റെ അവിടെ എന്ത് ചെയ്യാം, 3യുടെ അവിടെ നമ്മൾ 4 എടുത്തു കഴിഞ്ഞാൽ ഇനി വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്തായിരിക്കുന്നു, ബാലൻസ് ചെയ്തിരിക്കുന്നു. ഇത് മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ നമുക്ക് ഹൈ ആയിട്ടുള്ള ലെവൽ നോക്കാം. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് പഠിച്ചിട്ടുള്ളൂ എങ്കിൽ അതിൻ്റെ ഏറ്റവും സിമ്പിൾ വേർഷൻ നോക്കാം. ഞാൻ പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്ത് നോക്കിയാൽ തന്നെ കിട്ടുള്ളൂ. ആക്ച്വലി ബാലൻസ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും ഒരു കെമിസ്ട്രി വരുന്നില്ല, ജസ്റ്റ് പസിൽ ചെയ്യുന്നത് പോലെ. റിയാക്റ്റൻറ്റിൽ ഇത്ര, പ്രോഡക്റ്റിൽ ഇത്ര, അത് നമുക്ക് ആ പിക്ചറൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി എന്ത് ചെയ്യും, സ്പീഡായിട്ട് ചെയ്യാൻ നമുക്ക് കഴിയും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളത്തെ എക്സാമിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈസി ആയി കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സിമുലേഷൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ് എക്സാൻഡ് വൈ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് റൺ ചെയ്യുന്നത്. അവിടെ നമ്മൾ വെറും ക്ലാസ് മാത്രമല്ല, ഇതുപോലുള്ള സിമുലേഷൻസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെയ്ത് പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് കൺസെപ്റ്റുകൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഫൗണ്ടേഷൻ കോഴ്സിൽ നമുക്ക് പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഓഫീസിന്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് NITയിൽ നിന്നും IITയിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ ഏറ്റവും മിടുക്കരായിട്ടുള്ള ടീച്ചേഴ്സാണ് നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് റൺ ചെയ്യുക.
അതേപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീഷൻ എക്സാമുകൾക്ക്, സ്കോളർഷിപ്പ് എക്സാമുകൾക്കൊക്കെ നമുക്ക് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് X&Y ലേണിംഗിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ അതിൻ്റെ എയിം ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ ലിങ്ക് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ഒന്ന് എന്താ ചെയ്യുക, ഇക്വേഷനെ ബാലൻസ് ചെയ്ത് നോക്കുക. നിങ്ങൾ എത്ര സമയം എടുത്തുകൊണ്ടാണ് എത്ര ക്വസ്റ്റ്യൻ റെഡിയാക്കിയത് എന്നുള്ളത് വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. കൂടുതൽ ഇത്തരത്തിലുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്